ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ കേരളത്തിന്റെ മുൻപിൽ ഉയർന്നു വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു പോവുകയാണ്. പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എടുത്തില്ല കേസ്, അറസ്റ്റ് ചെയ്തില്ല ഒരാളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കൊച്ചുമക്കൾ 3 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള കുഞ്ഞുമക്കൾ, അവരെ കള്ളു കുടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഏതിലാ നടപടി ഉണ്ടായില്ല. ഈ റിപ്പോർട്ട് 2019 സമർപ്പിച്ച റിപ്പോർട്ടാ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 4.5 വർഷം കഴിഞ്ഞ അത് തുറന്നു നോക്കിയത് 4.5 വർഷം കഴിഞ്ഞ. അതിലിടക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം CPM-ന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് CPM-നെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു. അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈ എടുത്തത്. എന്താണ് അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നതിലേറെയും CPM-ന്റെ ആളുകളാണ്. ഈ കുറ്റവാളികളിൽ ഏറെയും CPM സഖാക്കളാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നു, നമ്മുടെ കണ്ടൂക്കാരൻ. അദ്ദേഹവും അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ്. അദ്ദേഹം അടക്കം ഈ രാജ്യത്ത് നീണാൾ വാഴുകയാണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ്, കൊടിയുടെ നിറം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരമൊരു സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു. കേരളത്തിലുടനീളം ആഞ്ഞടിക്കുകയാണ് സമരം. എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു. 2ാം ഘട്ടം വരാൻ പോകുന്നു. സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇതിനൊരു ആത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട്. ആ നിലവിൽ അത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുഖം നോക്കിയാണ് കേസ്, മുഖം നോക്കിയാണ് അറസ്റ്റ്, മുഖം നോക്കിയാണ് നടപടി എന്ന് വന്നാൽ ഇവിടെ ജനാധിപത്യമില്ല, ഇവിടെ നീതിയില്ല, ഇവിടെ നിയമമില്ല, നിയമ സംവിധാനമില്ല, നീതിന്യായ വ്യവസ്ഥയില്ല എന്ന് പച്ചയായി ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാക്കുകളേറെ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് കുടുംബപരമായ ഒരു ചടങ്ങിലെത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാരെല്ലാവരും അപ്പുറത്തെ റോഡിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരിക്കാനും സംസാരിക്കാനും ഏറെ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അകത്ത് 233 പേജുള്ള റിപ്പോർട്ടുകൾ സാംസ്കാരിക വകുപ്പ് പുറത്തു വിട്ടിട്ടുള്ളൂ, ബാക്കി വിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ എല്ലാം വായിച്ചു നോക്കി 233 പേജ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നു, തടഞ്ഞു വച്ചിരിക്കുന്നു. അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട്. സർക്കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സർക്കാരിന് വാണിംഗ് കൊടുക്കുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു.
ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം കൊച്ചു കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു.